ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങാം? ഇതൊരുപാട് പേർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, എങ്ങനെ തുടങ്ങും എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇനി ഇതുവരെ അങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ടാവും. ഒന്ന് എന്ന് പറയണത്, ഇനിയിപ്പോൾ എങ്ങനെ ഇതിൽ നിന്നൊക്കെ, അതായത് ഇതുവരെ ജീവിച്ച ഒരു റൊട്ടീൻ ലൈഫിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ എനിക്ക് പറ്റും എന്നുള്ളൊരു പേടിയുള്ളവർ, മൈൻഡ് സെറ്റിനെ മാറ്റാൻ പറ്റാത്തവർ, പിന്നെ അത് കൂടാതെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് നമ്മൾക്കിപ്പോൾ അതിനോടൊന്നും അങ്ങ് താല്പര്യമില്ല, മൈൻഡ് ഫുള്ളി ഡെസ്പായിട്ടിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥയിലൂടെ പോകുന്നവരും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും ഒരു ലാംഗ്വേജ് ആയിട്ടല്ല നമ്മൾ പഠിക്കണേ. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും എന്തെങ്കിലും ഒരു ബിസിനസ് ആയാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആവശ്യങ്ങൾക്കായാലും, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാതി വഴിയിൽ അവസാനിച്ചു പോയ നിങ്ങളുടെ വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കാനും എല്ലാത്തിനും നമുക്ക് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പാത്താണ്. ഇത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ ഇംഗ്ലീഷ് പഠിക്കണമല്ലോ എന്നോർത്ത് പഠിക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ബിഹൈൻഡ് റീസൺ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മൈൻഡിനെ റിഫ്രഷ് ചെയ്യുക, അതിലേക്കൊന്ന് ചേഞ്ച് ആക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഒരു ചേഞ്ച് ആദ്യം കൊണ്ടുവരിക. എന്നിട്ട് വേണം നിങ്ങൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു റിഫ്രഷിങ് മൂഡിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ കുറേ പ്രശ്നങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ടാവരുത് എന്ന് ആദ്യമേ പറയട്ടെ കേട്ടോ. അതിനെ നമ്മളുടെ ഒരു ഭാഗമാക്കരുത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ ഒരു ഭാഗമാക്കാതെ പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ളൊരു വഴിയായിട്ട് നമുക്ക് ലാംഗ്വേജിനെ കാണാം. എന്നിട്ട് ഞാൻ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തേത്, ഫസ്റ്റ്ലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് റെഗുലർലി. ഓക്കെ, പഠനത്തിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചുമ്മാ കുറേ വീഡിയോസ് കാണുന്നു, കുറേയൊക്കെ പഠിക്കുന്നു, കുറേയൊക്കെ എഴുതി വയ്ക്കുന്നു, അതിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം എല്ലാം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, ഈ പ്രാക്ടീസ്. എപ്പോഴും നിങ്ങളത് സംസാരിക്കുന്നുണ്ടോ? റെഗുലറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ഇനി ഈ പ്രാക്ടീസ് എവിടെ ചെയ്യും എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള പ്രശ്നം. നമ്മുടെ വീട്ടിൽ പറ്റുമോ? മക്കളോട് പറ്റുമോ? നമ്മളെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറ്റുമോ? വീട്ടുകാരോട് പറ്റുമോ? ഫ്രണ്ട്സിനോട് പറ്റുമോ? ഇല്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം. അപ്പോൾ അത് സംസാരിക്കാനുള്ളൊരു ഫ്ലോർ ഉണ്ടാക്കുക. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന ഗ്രൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. അത് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. ആൻഡ് നമുക്ക് എത്രത്തോളം അത് ട്രസ്റ്റഡ് ആയിരിക്കും എന്നുമില്ല, അല്ലേ? ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോയി ഒന്ന് ജോയിൻ ചെയ്യുക അത്ര നല്ല ഒരു സേഫ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ളൊരു ഫ്ലോർ ആദ്യം ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംസാരിക്കാനാണ് നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്, പിന്നെ പഠിപ്പിക്കുക. അപ്പോൾ പഠനവും സംസാരവും ഒരുമിച്ച് പോയാൽ മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ, ലാംഗ്വേജ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രാക്ടീസ് റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കുക. സ്മാർട്ട് സ്മോൾ, അതായത് ചെറുതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? സ്മോൾ കോൺവെർസേഷനിൽ നിന്നിട്ട് സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ വലിയ സെൻറ്റൻസുകൾ അവർക്ക് ഇപ്പം മുതലേ പറയാം. പഠിക്കുമ്പോൾ തന്നെ വലിയ വലിയ സെൻറ്റൻസുകൾ പറയണം. ചെയ്യരുത്. ചെറിയ ചെറിയ കോൺവെർസേഷൻസിൽ, ഈവൻ വേർഡ്സിലായിരിക്കണം നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്. അതായത് മലയാളം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് നമ്മുടെ നാവിലേക്ക് വരിക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുന്ന സമയത്ത്, മലയാളം ലാംഗ്വേജ് സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വേർഡ്സ് കൂടുതൽ ഉൾപ്പെടുത്തുക, ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നിടത്ത് ഫുഡ് കഴിക്കൂ എന്നാക്കാം. ഓക്കെ, വെള്ളം കുടിക്കൂ എന്ന് പറയുന്നിടത്ത് കുറച്ച് വാട്ടർ കുടിക്കുക എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ കൈ കഴുകുക എന്ന് പറയുന്നിടത്ത് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നത് വാഷ് ഹാൻഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ചെറിയ അതുപോലെ തന്നെ വൃത്തിയാക്ക് എന്ന് പറയുന്നിടത്ത്
ക്ലീൻ ദാറ്റ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, ഓക്കെ, 1-2 വാക്കിൽ ഒതുങ്ങുന്ന സെൻറ്റൻസുകൾ മലയാളം ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഉൾപ്പെടുത്തുക. ഇതിങ്ങനെ പതിയെ പതിയെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള മടി അങ്ങ് മാറും. ഓക്കെ, അതായത് വലിയ സെൻറ്റൻസുകൾ പെട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ചമ്മലായിരിക്കും ചില ആളുകൾക്ക് അല്ലേ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചമ്മൽ വരുന്നു എന്നുള്ളൊരു ഫീല്. ഇത് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത്? വലിയ വലിയ സെൻറ്റൻസുകൾ പറയാതെ തുടക്കത്തിലെ സ്പീക്ക് സ്മോൾ, അതായത് ചെറിയ ചെറിയ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ മലയാളം ലാംഗ്വേജിൽ പോലും കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. സോ രണ്ടാമത്തേത് സ്പീക്ക് സ്മോൾ. യൂസ് ഇംഗ്ലീഷ് ഇൻ എവ്രിഡേ സിറ്റുവേഷൻസ്, അതായത് നമ്മളുടെ എവ്രിഡേ സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷിനെ ഉൾപ്പെടുത്താം. അതായത് ചുമ്മാ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കും. ഇപ്പം ഞാൻ ഓരോരോ സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് യൂട്യൂബിൽ എടുത്തു തരുന്നുണ്ട്. അതിങ്ങനെ വാക്കുകൾ വെറുതെ പഠിക്കുക, സെൻറ്റൻസുകൾ വെറുതെ പഠിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് അത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഹോം മേക്കർ ഉപയോഗിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റുഡൻറ്റ് ഉപയോഗിക്കുന്നത് അവരുടെ സ്കൂളിലെയും കോളേജിലെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ അല്ലേ. അങ്ങനെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് ഉപയോഗിച്ചാൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, നിങ്ങൾക്ക് ലാംഗ്വേജ് പോസിബിൾ ആവുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഒരമ്മ ഒരമ്മ ഇംഗ്ലീഷ് പഠിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. ഒരു ജോലി സ്ഥലത്ത് പോയിട്ടാണ്, ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അവിടെയുള്ള ആളുകളോട് പതിയെ പതിയെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഇംഗ്ലീഷിനെ ഉൾപ്പെടുത്തുക. ഒരു കസ്റ്റമർ കെയർ ആണ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ ഫോൺ എടുക്കുമ്പോഴേക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. അങ്ങനെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്. അടുത്തത് ഫോക്കസ് ഓൺ ഫ്ലുവൻസി നോട്ട് പെർഫെക്ഷൻ. അതായത് ഫ്ലുവൻസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പെർഫെക്ഷൻ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം ലൈഫിലെന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇപ്പോൾ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും പെർഫെക്ഷൻ ഒരുപാട് നമ്മളെ കുഴപ്പത്തിലാക്കും. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എല്ലാ പെർഫെക്ഷൻ നോക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വെറുതെ, അതായത് ഏറ്റവും ചെറിയ രീതിയിൽ എഡിറ്റിംഗ് അറിയുള്ളൂ, ക്യാമറ ഹാൻഡ്ലിംഗ് ഒന്നും അറിയില്ല, ബാക്കി കുറച്ച് പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നെങ്കിൽ എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലേ. അപ്പോൾ എന്താ, പെർഫെക്ഷൻ കുറയ്ക്കുക, എൻ്റെ ടീച്ചിങ്ങിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക, ക്യാമറ എവിടെയെങ്കിലും വയ്ക്കുക, എനിക്കറിയുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്യുക. പക്ഷേ ആ വീഡിയോസും ആളുകൾ കണ്ടിരുന്നു, പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളും പഠിക്കുന്ന സമയത്ത് എന്താണ്, സംസാരിക്കുന്ന സമയത്ത് ഓവറായിട്ട് ഫ്ലുവൻസിയിൽ കോൺസെൻട്രേറ്റ് ഓവറായിട്ട് പെർഫെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഫ്ലുവൻ്റ് ആവാൻ നോക്കുക. മിസ്റ്റേക്സ് ഉണ്ടാകും, പക്ഷെ ആ മിസ്റ്റേക്സ് ഫ്ലുവൻ്റ് ആയിട്ടങ്ങ് സംസാരിച്ച് കഴിഞ്ഞാൽ അതാണ് കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് പോസിബിൾ ആവുന്നത്. അല്ലാതെ ഇത് മിസ്റ്റേക്ക് ആണോ, ഇത് ശരിയാണോ, അത് ശരിയാണോ, ഇതാണ് പെർഫെക്റ്റ്, ഒരു വാക്കിൽ പ്രൊനൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രൊനൗൺസിയേഷൻ, ഗ്രാമർ, ഇതിലൊന്നും ഒരുപാട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇപ്പോൾ എന്താണ് കോമൻറ്റ് എന്നുള്ളത് കമൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സംസാരിച്ചാലും ഒന്നും സംഭവിക്കാനില്ല. അവിടെ ഫ്ലുവൻ്റ് ആണ്, ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കണ്ടന്റ് എന്ന രീതിയിൽ നിങ്ങൾ വേഗം പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പതിയെ നിങ്ങൾ അതിൽ നിന്നൊക്കെ മിസ്റ്റേക്സ് ഒക്കെ കുറഞ്ഞു വരും. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് എഫക്റ്റീവ്നെസ്, അതായത് നമുക്ക് എഫക്റ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ഫ്ലുവൻസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആൻഡ് നോട്ട് ഇൻ പെർഫെക്ഷൻ. ഓക്കെ, ലിസൺ ആക്റ്റീവ്ലി, അതായത്
ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ലാംഗ്വേജ് എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക. അതായത് ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് കേൾക്കുക, മൂവീസ് കാണാനാണ് ഇഷ്ടമെങ്കിൽ അത് കേൾക്കുക, ഡിബേറ്റ്സ് കാര്യങ്ങളാണെങ്കിൽ അത്, ന്യൂസ് ആണെങ്കിൽ അത്, നിങ്ങൾക്ക് എന്താണോ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പൊ ചിലർ പറയും എന്താണ് സിനിമ കാണുക എന്ന് പറയും. പക്ഷെ സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ചിലർക്ക് ന്യൂസ് കേൾക്കാനായിരിക്കും ഇഷ്ടം, എങ്കിൽ ന്യൂസ് കാണുക. ഓക്കെ, ചിലർക്ക് പത്രം വായിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ബുക്സ് വായിക്കാനായിരിക്കും ഇഷ്ടം, നിങ്ങൾ വായിക്കുക. എല്ലാവർക്കും എല്ലാ കഴിവും കിട്ടണമെന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ ചിലർക്ക് കാണാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കേൾക്കാനായിരിക്കും ഇഷ്ടം. ഇത് എല്ലാം കൂടി ഒരാൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറേ കാണുക, കുറേ വായിക്കുക, കുറേ കേൾക്കുക, ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ. ഓക്കെ, എനിക്കിപ്പോൾ കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് വായിക്കാൻ എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടമല്ല വായിക്കുന്നത്. എനിക്ക് കാണുന്നതും കേൾക്കുന്നതുമാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അതാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അതെന്താണോ അത് വച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടുകൊണ്ടിരിക്കാം. അത് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഇംപ്രൂവ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ലിസൺ ആക്റ്റീവ്ലി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫ്രേസസ് ഒക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുക. ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളത്തിൽ അച്ചടി ഭാഷയല്ലല്ലോ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പുലുവാല് പിടിച്ചേനെ എന്നൊക്കെ പറയും ഇല്ലേ, അതൊക്കെയാണ് ഫ്രേസസ് രീതിയിലേക്ക് നമുക്കതിനെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള അച്ചടി ഭാഷയല്ല നമ്മൾ മലയാളത്തിൽ പറയുക. കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ നമ്മളുടേതായിട്ടുള്ള സ്ലാങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുക. അതൊക്കെ പതിയെ പഠിച്ചു തുടങ്ങുക. നോട്ട് ഇതെല്ലാം അവസാനം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചു കൊടുക്കുന്ന ഒരാൾ ഫ്രേസസോ ഇഡിയംസോ അങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എല്ലാം അവസാനം ഇംഗ്ലീഷൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് സംസാരിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രേസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കുക. ഓക്കെ, ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. കാരണം ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആകുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജും അതിനനുസരിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫിസിക്കലി എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, മെൻ്റലി ഫിസിക്കലിയൊക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. പേഴ്സണാലിറ്റി കുറച്ചൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക. പേഴ്സണാലിറ്റി മീൻസ് നമ്മളുടെ എല്ലാം. ഓക്കെ, നമ്മൾ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമ്മളുടെ ബാക്കിയുള്ള കെയർ എന്തൊക്കെയാണോ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് മാറുക. അതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് ഒപ്പം തന്നെ കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് മൈൻഡിൽ വയ്ക്കുക. എന്നിട്ട് ഇന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നാളത്തേക്ക് വയ്ക്കാതെ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. നാളെ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊരു കാര്യവും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. English Bus. Learning Simplified.